നമസ്തേ. 3/8/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇടവം തുലാം രാശിക്കാർക്ക് ഗുണവും, മേടം മിഥുനം കുംഭം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം ധനു മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഒന്ന് രണ്ട് കമൻറ്റ് ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാലങ്കോഴി കൂവുന്നു വീടിൻ്റെ അടുത്ത് ഇരുന്ന്, ദോഷമാണോ എന്നാണ്. ഒരു കാലങ്കോഴിയുടെ കൂവൽ അത്ര ദോഷകരമായി പലർക്കും അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ രണ്ടെണ്ണം ഒക്കെ ഇരുന്ന് മത്സരിച്ച് കൂവുന്നത് പോലെയുള്ള ആ ശബ്ദപ്പുറപ്പാട് അത് പലപ്പോഴും ദോഷകരമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. പലരുടെ അനുഭവത്തിൽ നിന്ന് അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുഭവത്തിലാണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും എൻ്റെ അനുഭവത്തിൽ ഒരു പരിധിവരെ ഈ ഒന്നിൽ കൂടുതൽ കോഴികളിരുന്ന് ഇങ്ങനെ കൂവിയാൽ അത് ദോഷകരമാണ്. ഒരെണ്ണത്തിൻ്റെ ശബ്ദവും മറ്റേ കേട്ടുമെന്ന് വെച്ച് കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് അതൊരു വീട് വച്ച് മരത്തിലൊക്കെ ഇരുന്നാണെങ്കിൽ അത് ദിവസവും കൂവുന്നുണ്ടെങ്കിൽ അത് ഒരു ദോഷകരമായി കരുതേണ്ടതില്ല. യാദൃച്ഛികമായി വന്ന് കൂവുന്നതാണ് ദോഷകരമായി വരുന്നത്. അല്ലാണ്ട് അതിൻ്റെ കൂട് ചുറ്റുണ്ട്, ആ കൂടിൻ്റെ മുകളിൽ അത് താമസമാക്കുകയാണെന്ന് വെച്ചാൽ അതിനെ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിരന്തരം കൂവിയാലും ദോഷകരമല്ല. പക്ഷേ വല്ലപ്പോഴുമൊക്കെ അവിടെ എവിടെയെങ്കിലും വന്നിരുന്ന് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് അനുകൂലമല്ലാത്തതായിട്ട് ആണ് അനുഭവം. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കമൻറ്റ് ചോദ്യമുള്ളത്, കരിങ്കുട്ടി വീട്ടിൽ ഉണ്ട്, അത് ദോഷമാണോ എന്നാണ്. കരിങ്കുട്ടിയെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് ദോഷമാണോ എന്നാണ്. ഏത് മൂർത്തിയെയും നല്ല രീതിയിൽ ആരാധിച്ചാൽ ദോഷമില്ല. കാരണം കൊണ്ടു നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ദോഷമുള്ള മൂർത്തിയാണെങ്കിലും നല്ലത് തന്നെയാണ്. പിന്നെ കൊണ്ടു നടക്കുന്ന ഉപാസകൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ബാക്കി കാര്യം. കാരണം നല്ല കാര്യത്തിനാണ് ഇതുങ്ങളെയൊക്കെ എൻ്റെ ആരാധന നടത്തുന്നതും ഒക്കെ ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ അത് ദോഷകരമായി തന്നെ ഭവിക്കും. അതുകൊണ്ട് മനസ്സ് എങ്ങനെയായിരിക്കും ഉപാസകൻ്റെ എന്നതിനനുസരിച്ചാണ് ഉപാസകന് ഇത് ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നത്. അത് ഏത് മൂർത്തി ഉപാസിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉപാസകൻ്റെ മനസ്സിൻ്റെ ഗുണമനുസരിച്ചാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കാനും ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന കരിങ്കുട്ടിക്കും മറ്റുള്ളവരുടെ വിരോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉപാസകൻ്റെ നിർബന്ധത്തിന് ഫലമായി അതിൻ്റെ ആ ശക്തി മറ്റുള്ളവരിൽ പ്രവേശിച്ച് ഉപദ്രവം ഉണ്ടാക്കിയാലും ആ വ്യക്തി ചിലപ്പോൾ നിരപരാധിയൊക്കെ ആണ് എങ്കിൽ അതിനുണ്ടാകുന്നൊരു നെഗറ്റീവ് എനർജി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഉപാസകനിലേക്ക് തന്നെ തിരിച്ചു വരികയും അത് ഉപാസകൻ്റെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കാരണം അത് ഉപാസകൻ ചെയ്ത തെറ്റിൻ്റെ ഫലം തന്നെയാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ കരിങ്കുട്ടി ചാത്തനൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. എന്നെ ആവശ്യമില്ലാതെ ഉപയോഗിച്ചതല്ലേ നീ അനുഭവിക്കുക എന്ന് പറയും. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള മൂർത്തികളുടെ ആരാധന ഏത് മൂർത്തിയാണെങ്കിലും അത് ഉപാസിക്കുന്നത് ഉപാസകൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചാണ്, ജീവിത രീതിക്ക് അനുസരിച്ചാണ്, സ്വഭാവത്തിനനുസരിച്ചാണ്, നല്ലതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നമുക്കിഷ്ടമാണ്, നമ്മൾ ആരാധിക്കുന്നു, അതങ്ങനെ അങ്ങോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ദോഷമൊന്നുമില്ല. നമ്മളതിനെ അനാവശ്യമായ കാര്യലാഭാദി കർമ്മങ്ങൾക്കായിട്ട് അതിൻ്റെ മന്ത്രങ്ങളെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉപാസനയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമയം ജാതകവശാൽ വളരെ മോശമായി വരുന്ന കാലഘട്ടത്തിലോ നമ്മളുടെ കർമ്മഫലത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്ത ദോഷഫലങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ലതിന് വേണ്ടി എല്ലാത്തിനും ഉപയോഗിക്കുക. കരിങ്കുട്ടിച്ചാട്ടം വീട്ടിലിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ദോഷമില്ല. കരിങ്കുട്ടിയാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും ആചാരപ്രകാരം ഇതിനൊക്കെ ആചരിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പൂർവികർ തന്നിട്ടുള്ളത്. എല്ലാ വിധത്തിലും സാത്വികമായും രാജസികമായും താമസികമായുമുള്ള ആരാധനാക്രമങ്ങളുണ്ട്.
എല്ലാ ആരാധനാക്രമങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ്. ഒരാൾ താമസികമായാണ് പൂജ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരു മോശമാണെന്ന് പറയാൻ കഴിയില്ല. ഒരാൾ രാജസികമാണ് എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ മേന്മയേറിയതാണ് രാജസികം എന്ന് പറയാൻ കഴിയില്ല. സാത്വികമാണ്, അതുകൊണ്ട് ഏറ്റവും നല്ലത് സാത്വികമാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാത്തിനും ഒരേ ഗുണമാണ്. അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് എല്ലാം. സാത്വികതയാണെങ്കിലും രജസ്സയാണെങ്കിലും താമസികമാണെങ്കിലും ഒരു ത്രാസിൽ കയറ്റി വച്ചാൽ ഇതെല്ലാം തുല്യമായി തന്നെ നിൽക്കൂ, ഒരു ത്രാസും താഴില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ മനസ്സ് വ്യത്യസ്തമാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സാത്വികം മതി എന്ന്. കാരണം അത് എൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം. എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കമൻറ്റ്. അത് നിങ്ങൾക്കും ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്ത് പറയുന്നത്. ഒരു ദേവതയും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വല്ല സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം തുടർച്ചയായി നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ അത് ആവശ്യമാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേഡം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇത്. ഏഴരശ്ശേരി കാലഘട്ടമൊക്കെയാണ്. അതേപോലെ കേതു 5, വ്യാഴം 3 സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ്. മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടുന്ന സമയമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നിങ്ങനെ മാറ്റി വയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. വാത രോഗങ്ങളുടെ പീഡ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. മനസ്സ് അത്ര അനുകൂലമല്ല. പിതൃസ്ഥാനീയരും അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ഗർഭാശയ രോഗങ്ങൾ, മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. കാരണം ദോഷമുള്ള സമയത്ത് അത് ശ്രദ്ധിക്കുന്നത് ആ ദോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ദോഷമുണ്ടായതിന് ശേഷം നമ്മൾ അയ്യോ അത് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഇതിനെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് ജ്യോതിഷത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ കാര്യം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ മേടക്കൂറുകാർക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. മക്കൾ അത്ര അനുകൂലമല്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾക്കൊക്കെ ഇവർക്ക് അനുകൂലമായ സമയമാണ്. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര മേന്മയുള്ളവർ ആയിരിക്കില്ല. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ദോഷമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അശ്വതി, വിശാഖം, അനിഴം നക്ഷത്രക്കാർക്കാണ് കേട്ടോ. അശ്വതി, വിശാഖം, അനിഴം നക്ഷത്രക്കാർക്ക് അവരുടെ കൂറുകൾ എത്ര മേന്മയുള്ളതായാലും ദോഷകരമായിരിക്കും. ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അത് പറയാം. ഇനി നമുക്ക് ഇടവം രാശി നോക്കാം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ശുഭകരമാണ്. പൊതുവെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും.
അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയൊക്കെ വർദ്ധിക്കും. ഇതൊക്കെ കുറയ്ക്കാൻ കഴിയും. കാരണം ശുഭകരമായ ദോഷമാണല്ലോ. ഇതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അത് ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാനായിട്ട് ശുഭകരമായ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് കഴിയുകയും ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങളുണ്ടാവും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും അനുകൂലമായ ഒരു സമയമാണ്. പക്ഷേ വിദ്യാകാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 10-ൽ ശനി, ജന്മവ്യാഴം, രാഹു 9-ൽ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും മിഥുന രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ദോഷം എന്ന് പറയാനോ ഒന്നും പറ്റില്ല. ഗുണമൊക്കെ കിട്ടും ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ. എങ്കിലും അവർ ആത്മവിശ്വാസക്കുറവോടുകൂടി പല കാര്യങ്ങളും മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലസതയും എല്ലാ കാര്യത്തെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. പിത്തരോഗങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സ് ബുദ്ധി പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടമുണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. തൊഴിലാളികളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി പ്രണയ കാര്യങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രമാണ് പുണർദവും പൂരവും. പ്രണയാദി കാര്യങ്ങളൊക്കെ സഫലമാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഇത്, ഈ പുണർദവും ഒക്കെ. ഇനി ദോഷകരമായതായ കാര്യവും ഗുണമുള്ള നക്ഷത്രങ്ങളും പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ പ്രണയകാലത്തിന് അനുകൂലമായതാണ് പുണർദം പൂരം. അതിന് മാത്രമേ കാര്യമായിട്ട് അനുകൂലം ഉണ്ടാവും തോന്നുന്നു. നോക്കാം നമുക്കത്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. 12-ൽ വ്യാഴമാണ്, 8-ൽ രാഹുവാണ്, 9-ൽ ശനിയാണ്, 2-ൽ കേതുവാണ്. അത്ര മേന്മയൊന്നും കർക്കിടകൂറുകാർക്ക് പറയാനില്ല. കഠിന ദോഷം തന്നെ ഉള്ള ദിവസമാണ്. എങ്കിലും കഠിന ദോഷം തന്നെ ഉള്ള ദിവസമാണ്. ആത്മവിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അലസതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വേണ്ട ദിവസമാണ്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൊതുവെ ഒരു ശരീരക്ഷീണം ഒക്കെ അനുഭവപ്പെടും. മനസ്സും ബുദ്ധി അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിലും പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകും. സഹോദരസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും കർക്കിടകൂറുകാർക്ക് അത്ര അനുകൂലമല്ല. അശ്രദ്ധ മൂലം ചില നഷ്ടമുണ്ടാകും. മക്കളും അത്ര അനുകൂലമൊന്നുമല്ല. ദൈവാധീനക്കുറവ് പൊതുവേ ഉള്ളൊരു ദിവസമാണ്. കഫരോഗങ്ങളെ ശ്രദ്ധിക്കണം. കേസ് മുതലായ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല.
കോടതി പോലീസ് കേസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. 8 ശനിയാണ്, ജന്മകേതുവാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമൊന്നുമല്ല, ദോഷകരമായ ദിവസമാണ്. ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാവും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കലഹത്തിനോ മറ്റോ വന്നാൽ അത് കലഹമുണ്ടാകാത്ത രീതിയിൽ തീർത്തുവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കലഹങ്ങളൊക്കെ ഉണ്ടാകാനും അതുമൂലം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സ്വയം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ഉപദേശങ്ങളൊക്കെ കേൾക്കാം. എന്നിട്ട് തീരുമാനം സ്വയം എടുക്കുക. അവരത് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഏത് കാര്യത്തിനും ചിങ്ങക്കൂറുകാർ ഇറങ്ങാൻ. അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ, ഓർമ്മക്കുറവ് മൂലമുള്ള നഷ്ടങ്ങൾ, പനി പോലുള്ള അസുഖങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വരാം. ധനപരമായി ചില നേട്ടങ്ങളൊക്കെ വരാം. ദൈവാധീനം പൊതുവെ ഉള്ളൊരു ദിവസമാണ് ചിങ്ങക്കൂറുകാർക്ക്. കാര്യം ദോഷകരമാണെങ്കിലും ദൈവാധീനമുണ്ട്. ജീവിത പങ്കാളിയും അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര മേന്മ പറയാൻ കഴിയില്ല, എങ്കിലും ദോഷമില്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ പോകേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർ അനുകൂലമായ ഒരു ദിവസം അല്ല ഇത്. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. 7 ശനിയാണ്, 10 വ്യാഴമാണ്, 12 കേതുവാണ്. എങ്കിലും അവർക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യത്തിൽ അല്പം മേന്മയുണ്ടാവും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കലഹമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. മുൻകോപം മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ വാക്കുകൾ അനുകൂലമായതുകൊണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. മക്കൾ അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത, സമാധാനക്കുറവ് അനുഭവപ്പെടും. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല. തൊഴിലാളികൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് സ്വന്തം തൊഴിലാളികളെയൊക്കെ ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്നവർ, ഈ കൂറുകാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്, തൊഴിൽ കാര്യങ്ങളിലെ തൊഴിലാളികളൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ട്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും.
ആരോഗ്യ നേട്ടമുണ്ട്. മനസ്സ് എന്നത്ര അനുകൂലമല്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വച്ചുകൊണ്ടിരുന്ന് മനസ്സ് സ്വയം അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് താനും. ചെറിയ കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാഹചര്യവും അപകടങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യ നേടുന്നതിന് അനുകൂലമായ സമയമാണ്. തൊഴിൽ പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം, നടത്താം. അതിന് കഴിയുന്ന സമയമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മേന്മയുണ്ടാവും. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട, വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് കഠിന ദോഷമൊന്നും മാറി ദോഷമായിട്ടുണ്ടെന്ന്. ദോഷമാണ് എങ്കിലെ കഠിനം എന്നത് ഒരു ചെറിയ കുറവുണ്ട്. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലവും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യം ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ആരോഗ്യ കാര്യങ്ങളിൽ വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ആഹാര കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. പിത്ത വാത രോഗങ്ങളെ കാണണം. അതുമൂലം ചില പ്രയാസങ്ങളുണ്ടാവും ഈ ദിവസം. കാലുവേദന, കൈവേദന തുടങ്ങിയ വേദനകളൊക്കെ ഉള്ളവർക്ക്, ശരീരവേദനയൊക്കെ ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ട് കൂടുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് എത്തി നോക്കി അഭിപ്രായം പറയാനോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അതൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കൾ അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലൊട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മാനസികമായ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതേപോലെ വിഷവസ്തുക്കളിൽ നിന്നുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ദിവസം അനുഭവിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ധനുക്കൂറുകാരെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗുണമുള്ള 2 നക്ഷത്രങ്ങളാണ് പൂരവും മൂലവും. അപ്പോൾ അവർക്ക് കൂറുകൾ അത്ര അനുകൂലമല്ലെങ്കിലും പൂരം മൂലം നക്ഷത്രങ്ങൾ കുറച്ച് മേന്മയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് മേന്മ അനുഭവപ്പെടും. അതുകൊണ്ട് അവർ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പ്രണയത്തിന് ദോഷകരമായ നാളുകൂടെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ധനുവിൻ്റെ നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 4-ൽ ശനിയാണ്, 9-ൽ കേതുവാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ ആത്മവിശ്വാസം ചിലപ്പോൾ അനുഭവപ്പെടുകയും അത് ദോഷകരമായി തീരുകയും ചെയ്യും. പിത്ത സംബന്ധമായ ചില അസുഖങ്ങൾ മൂലമുള്ള പ്രയാസം ധനുക്കൂറുകാർക്ക് ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ മൂലമുള്ള അസുഖങ്ങൾ, മാനസികമായ അസ്വസ്ഥതകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. മക്കൾ പൊതുവെ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം
ഈ ദിവസം കുടുംബത്തിൽ ഒരു അസ്വസ്ഥതകൾ കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറ്, 6 വ്യാഴം, 8 കേതു, 2 രാഹു ഒക്കെയാണ് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കാലഘട്ടം അനുകൂലമല്ല, ഈ ദിവസം ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചോളം മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും. എങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാവുന്നത് കൊണ്ട് കിട്ടുന്ന മേന്മ ഉണ്ടാവുള്ളൂ. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അലസത മൂലമുള്ള പല പ്രശ്നങ്ങൾ, പിത്തസംബന്ധമായും വാദസംബന്ധമായുമുള്ള അസുഖങ്ങൾ, വേദനകളൊക്കെ അനുഭവിക്കേണ്ടായി വരുന്ന കാലഘട്ടമാണ്. മനസ്സും ബുദ്ധിയും പൊതുവെ അനുകൂലമാണെങ്കിലും ആസ്മ പോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ കൂടുന്ന ഒരു സമയമായിരിക്കും. സഹോദര സ്ഥാനികർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വർദ്ധിക്കും, മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും, അപമാനവും അപകീർത്തിയുമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും തന്നെ അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമല്ല. അതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വളരെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ കുംഭക്കൂറ് പറയുന്നതിന് മുമ്പ് പ്രണയത്തിന് ദോഷകരമായ നക്ഷത്രമാണ് അശ്വതി, തൃക്കേട്ട. ഇവർ ഈ ദിവസം പ്രണയിക്കാൻ പോകുകയോ പ്രണയിനികളുമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംസാരമൊക്കെ ചിലപ്പോൾ മോശമായി കലാശിക്കാം. അതുകൊണ്ട് ഈ ദിവസം പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് അശ്വതി, തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഇനി കുംഭക്കൂറ്, അവിട്ട അവസാന പകുതി ഭാഗം, ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, ജന്മരാഹു, 2 ശനി, 7 കേതു. കുംഭത്തെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്, മാതൃസ്ഥാനീയർ അനുകൂലമാണ്, അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാദ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അലസത ഉണ്ടാകാതിരിക്കാനും കാര്യങ്ങളെല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വർദ്ധിക്കും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ നഷ്ടങ്ങളും ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല, വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ ഒരു സ്വസ്ഥയും സമാധാനവും ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും. തൊഴിലാളികളിൽ നിന്ന് ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. 4 വ്യാഴം, ജന്മശനി, 12 രാഹു ഒക്കെയാണ്. വളരെ മോശമായ കഠിന ദോഷമുള്ള ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല, മാതൃസ്ഥാനീയർ അനുകൂലമല്ല, അഭിപ്രായ സ്ഥിരതയോടെ ഒന്നും ചെയ്യാനും കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. മനസ്സ് അസ്വസ്ഥമായിട്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും. ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ആകെ ഒരു അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ നാമജപം ഈ ദിവസം കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ആത്മവിശ്വാസക്കുറവുണ്ടാവും, അലസത ഉണ്ടാവും, ഉദരസംബന്ധമായ രോഗങ്ങളുണ്ടാവും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യതയൊക്കെ ഉണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത്രയ്ക്ക് മോശമായ ഒരു ദിവസമാണ്. വാക്കുകൾ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, അതേപോലെ മക്കൾ അനുകൂലമല്ല, ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇത് ആരുടെയും ജാതകഫലമല്ല, ഒരു പൊതുവായ ഫലമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മേന്മയുള്ളതാക്കി മാറ്റാൻ, ദോഷങ്ങൾ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പല ദിവസങ്ങളിൽ കേൾക്കണതാണ്. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വെച്ച് മാറ്റി വയ്ക്കുന്നവർക്കാവാം. പക്ഷേ നേട്ടങ്ങളുണ്ടാകണം, തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനത്തോടെയും പോകണം എന്നാഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കേൾക്കുകയും അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. കേട്ടിട്ട് മാത്രം കാര്യമില്ല, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ ഇത് കേട്ടിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.